അപ്പോൾ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് ജർമ്മനിയിലെ ഒരു കമ്പനിയിൽ നിന്ന് ഇറ്റലിയിലെ വെനീസിലേക്ക് ഒരു യാത്രയാണ്. അങ്ങനെ കുറച്ച് പെയിൻ്റാണ്, ഫയർ പ്രൊട്ടക്ഷൻ പെയിൻ്റ് എന്നൊക്കെ പറയും. അതായത് പെട്ടെന്ന് തീയൊന്നും പിടിക്കാതിരിക്കാനുള്ളൊരു പെയിൻ്റാണ്. കപ്പലിൽ ഫ്ലൈറ്റിലൊക്കെ അടിക്കുന്നൊരു തരം പെയിൻ്റാണത്. അപ്പോൾ ഏകദേശം അങ്ങനെ നമ്മൾ ജർമ്മനി ഓസ്ട്രിയൊക്കെ കടന്ന് ഇറ്റലിയിലെത്തിയപ്പം നമുക്ക് കമ്പനി തന്ന റൂട്ട് മാപ്പ് ആ റോഡ് ക്ലോസ് ചെയ്തേക്കുന്നത്. കാരണം മണ്ണിടിച്ചിൽ കാരണം ആ റോഡ് ക്ലോസ് ചെയ്തേക്കുക. അപ്പോൾ അങ്ങനെ വഴി തിരിച്ചു വിട്ട് ആൽപ്സ് പർവ്വതം വഴി നമുക്ക് പോകാനുള്ളൊരവസരം കിട്ടി. ആൽപ്സ് എന്ന് പറയുന്നത് നമ്മളെ ഹിമാലയം ഒക്കെ പോലെയുള്ളൊരു ചെറിയൊരു പർവ്വതനിരകളാണ്. ഹിമാലയത്തിൻ്റെ അത്ര ഇല്ലെങ്കിൽ ഹിമാലയം ഏകദേശം 8 കിലോമീറ്റർ 8000 മീറ്ററിൻ്റെ മുകളിലുണ്ട്. ഇത് ആൽപ്സ് എന്ന് പറയുന്നത് ഏകദേശം 5000 മീറ്റർ 4800 സംതിങ് മീറ്റർ, ഏകദേശം 5 കിലോമീറ്ററോളം ഹൈറ്റുള്ള അതിൻ്റെ ഹയസ്റ്റ് പീക്ക് കേട്ടോ. അപ്പോൾ ഞാൻ ഹയസ്റ്റ് പീക്കിലൂടെ ഒന്നല്ല പോകുന്നത്, ഞാൻ എൻ്റെ കുറച്ച് താഴെ കൂടെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. ഈ ആൽപ്സ് എന്ന് പറയുന്നത് ഏകദേശം 4-5 രാജ്യങ്ങളിലായിട്ട് കിടക്കുന്നതാണ്. ഓസ്ട്രിയ, ജർമ്മനി, ഇറ്റലി, സ്ലൊവേനിയ, അങ്ങനെ 3-4 രാജ്യങ്ങളിലൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. നമ്മളെ ഹിമാലയൊക്കെ കിടക്കുന്ന പോലെ. ഹിമാലയം ഇന്ത്യ, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ അങ്ങനെയൊക്കെ കുറച്ച് രാജ്യങ്ങളിലൊക്കെ ആയിട്ടല്ലേ കിടക്കുന്നത്. അതുപോലെ ഒരു കുറച്ച് രാജ്യങ്ങളിലൊക്കെ ആയിട്ടാണ് ഈ ആൽപ്സും കിടക്കുന്നത്. അങ്ങനെ എന്തായാലും ചെറിയ വഴിയാണ്, സിംഗിൾ ലൈനാണ്. ഓപ്പോസിറ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ കഷ്ടപ്പാടാണ്. അത് പിന്നെ ഒന്നാമത് നന്നായിട്ട് മഞ്ഞുവീഴ്ചയുണ്ട്, നല്ല ലോഡുണ്ട് വണ്ടിക്കകത്ത്, 10-20 ടണ്ണോളം ലോഡുണ്ട്. എന്തായാലും ചെയിനൊന്നും ഇട്ടിട്ടില്ല. സാധാരണ ഈ റൂട്ടിൽ കയറുമ്പം വാർണിങ്സ് നമുക്ക് സൈൻ ബോർഡ് കിട്ടും ചെയിനിട്ട് യാത്ര ചെയ്യാൻ. ഞാൻ ചെയിനൊന്നും പിടിപ്പിച്ചില്ല, കാരണം വണ്ടി ഒതുക്കാനൊരു സ്ഥലമൊന്നുമില്ല. വണ്ടി ഒതുക്കി കഴിഞ്ഞാൽ റോഡ് മൊത്തം ബ്ലോക്കാവും. അങ്ങനെ ചെയിനൊന്നും ഇട്ടില്ല, രണ്ടും കൽപ്പിച്ച് പോയി. ചിലയിടത്തൊക്കെ നല്ലതായിട്ട് സ്ലിപ്പായി. അപ്പോൾ ഈ റൂട്ടിൽ വരുന്നൊരു ചെയിനിട്ട് കയറുക, കാരണം ഞാനൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഇതാണ് ആൽപ്സ് കിടക്കുന്നത്, ഈ വെള്ള കളറിൽ കിടക്കുന്നതാണ് ആൽപ്സ്. ഏകദേശം 5 രാജ്യങ്ങളിലൊക്കെ ആയിട്ടാണ് ഇത് കിടക്കുന്നത്. മെയിനായിട്ട് ഇറ്റലി, ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ്, ഫ്രാൻസിൻ്റെ ഒരു ഭാഗം, അതേപോലെ ജർമ്മനിയുടെ കുറച്ച് ഭാഗം, സ്ലൊവേനിയയുടെ കുറച്ച് ഭാഗമൊക്കെ ആയിട്ടാണ് ഇത് കിടക്കുന്നത്. അങ്ങനെ പോയി ചെറിയൊരു സിറ്റി